റയാൻഷും അവന്റെ വീട്ടുകാരും അകത്തേക്ക് കയറുന്നതിന് പിന്നാലെ തന്നെ ലച്ചുവിന്റെ വീട്ടുകാരും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയത് കണ്ടത് സെറ്റി കാലിൻ മുകളിൽ കാൽ വെച്ചിരിക്കുന്നവനെയാണ്. ഇരിക്കെ റയാൻഷിനെ തന്നെ നോക്കി നിൽക്കുന്ന വീട്ടുകാരെ നോക്കി ഹരി പറഞ്ഞത് എല്ലാവരും സെറ്റിയിലേക്ക് ഇരുന്നു. എല്ലാവരുടെയും നോട്ടം റയാൻഷിലായിരുന്നു. പക്ഷെ അവൻ ആരെയും നോക്കാതെ വേറെ എങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. ഓ, അവന്റെ ഒരു ഗമ. ഹരി അവനിൽ നിന്നും മുഖം തിരിച്ചു. അവനെ നോക്കിയിരുന്ന ഇടയ്ക്ക് വല്ലതും പറഞ്ഞു പോകും. 6 മാസം വരെയാണല്ലേ ഒരുമിച്ച് നിൽക്കേണ്ടത്? അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? മാധവനാണ് കയ്യിൽ കൂളി ഗ്ലാസ് ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കിയാണ് ആ ചോദ്യം ചോദിച്ചത്. എവിടെ? അങ്ങനെ ഒരു ചോദ്യം കേൾക്കാത്ത പോലെ വേറെ എങ്ങോട്ടും നോക്കിയിരിക്കുന്നവനെ കണ്ട് മാധവൻ പല്ലു കടിച്ചു. ഇവൻ എങ്ങനെയാണ് മകളെ കൊടുക്കേണ്ടത്? കിച്ചു, ശിവശങ്കരൻ ഗൗരവത്തോടെ വിളിച്ചതും റയാൻഷ് അദ്ദേഹത്തെ ഒന്ന് നോക്കി. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്തോ ചോദിക്കുന്നത് കേൾക്കാനില്ലേ? റയാൻഷിനെ നോക്കി അദ്ദേഹം ചോദിച്ചതും അവൻ എന്ന പോലെ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം അവനെ നോക്കി കണ്ണുരുട്ടിയതും അവൻ കണ്ണുകൾ മാറ്റി മാധവനെ നോക്കി. എന്താണ് ചോദിച്ചത്? അവൻ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചോദിച്ചു. അതവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായ കാര്യവുമാണ്. 6 മാസം വരെയല്ലേ ഒരുമിച്ച് കഴിയേണ്ടത്, എന്നാൽ മാത്രമല്ലേ ഡിവോഴ്സ് കിട്ടൂ. അവൻ അയാളുടെ ചോദ്യത്തിന് അലസമായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. 6 മാസം വരെ ഒരുമിച്ച് ജീവിച്ചു എന്ന ഒരു രേഖ ഞാൻ ഉണ്ടാക്കി തന്നാലോ? വിവാഹം 6-8 മാസം മുമ്പ് കഴിഞ്ഞ രേഖ ഞാൻ ഉണ്ടാക്കിത്തരാം. ഈ ഒരുമിച്ചുള്ള താമസം ഒഴിവാക്കിക്കൂടെ? അദ്ദേഹം ചോദിക്കുമ്പോൾ റിയാൻഷ് ഒന്ന് ചിരിച്ചു. നല്ലൊരു ചിരി അവന്റെ ചുണ്ടി വിരിഞ്ഞിരുന്നു. എന്നാ പിന്നെ എന്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കോ, അതല്ലേ എളുപ്പം. വേറെ രേഖകളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ചെറുക്കൻ കടുപ്പിച്ച് പറഞ്ഞതും അവിടെ ഇരുന്ന എല്ലാവരുടെയും മുഖം വിളറി വെളുത്തു. കിച്ചു, അവന്റെ അമ്മ അവനെ ശാസനയോടെ ഒന്ന് വിളിച്ചു. അല്ല പിന്നെ അയാളുടെ കോപ്പിലെ ഓരോ രേഖകൾ. അവൻ ചുണ്ടുകൾക്കിടയിൽ പതിയെ പെറുപിറുത്തു. എല്ലാവർക്കും കേൾക്കാൻ പാകത്തിനായിരുന്നു പെറുപിറുത്തത്. മാധവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല. ഞങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നറിയാം. അതുകൊണ്ടാണ് മാധവൻ അങ്ങനെ പറഞ്ഞത്. 2 കൂട്ടർക്കും താല്പര്യമില്ലാത്ത ബന്ധം വല്ലാതെ വലിച്ചു നീട്ടി മുന്നോട്ട് പോകാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. അതിനൊരു വഴിയെന്ന രീതിയിൽ പറഞ്ഞുവെന്ന് മാത്രം. മാധവന്റെ ഏട്ടൻ മാധവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോഴും റിയാൻഷിന്റെ ചുണ്ടിൽ ആ ചിരിയുണ്ടായിരുന്നു. അവരെ കളിയാക്കുന്ന തരത്തിലൊരു ചിരി. അതെ അതെ, 6 മാസം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കാലയളവാണ്. അതിനിടെ എത്ര ദിവസങ്ങൾ കടന്നു പോകും? ലീഗലി ഭാര്യയും ഭർത്താവുമായി ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമല്ലേ. അവർക്കൊന്നിച്ച് ജീവിക്കാൻ വെറും മിനിറ്റുകൾ മതി. 6 മാസത്തിനിടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞ് ഗർഭിണിയോ മറ്റോ ആയാൽ എന്ത് ചെയ്യും? അപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയുമോ? ലച്ചുവിന്റെ വേറൊരു വല്യച്ഛനാണ്. റിയാൻഷ് ഇത്തിരി ബഹുമാനത്തോടെ അദ്ദേഹത്തെ നോക്കി. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവരെ നമ്മൾ ഒരു കൗതുകം നിറഞ്ഞ കണ്ണുകളോട് നോക്കില്ലേ? അതുപോലെ ഒരു നോട്ടമായിട്ടായിരുന്നു അവന്റെ നോട്ടം കണ്ടപ്പോൾ ഹരിക്ക് തോന്നിയത്. ഒപ്പം അവന്റെ മറുപടിക്ക് വേണ്ടി കാതോർത്തു. റിയാൻഷ് അദ്ദേഹത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ ചുറ്റും നോക്കി. എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുകയാണ്. ഈ പറഞ്ഞ സാധ്യത കുറച്ചെങ്കിലും എല്ലാവരും ചിന്തിച്ചതാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടി. ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച അതിൽ നിന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കില്ല. എന്റെ തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കും. അവന്റെ ഉള്ളിലെ തീരുമാനം അവന് തന്നെയല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല. ഹരി മാത്രം അവനെ കടുപ്പിച്ചൊന്ന് നോക്കി. റിയാൻഷ് ഹരിയെ ഒന്ന് നോക്കി മുഖം മാറ്റി. ഒരു മാമനായ ഈ ജാടയൊക്കെ തീരും. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ നിന്നെ നല്ല കടി കടിപ്പിക്കും. അവന്റെ ഒരു ജാട, ഒരു കോട്ടൻ. ലോകത്താർക്കും കോട്ടന്മാരില്ലാത്ത പോലെ. കിച്ചു, ഹരിയിൽ നിന്ന് നോട്ടം മാറ്റി ഉള്ളിലിരുന്ന് ഓരോന്ന് പെറുപിറുക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ അവനെ വിളിച്ചത്. പോയിട്ട് ഇത്തിരി തിരക്കുള്ളതാണ്, നീ കുട്ടിയെ വിളിക്ക്, നമുക്ക് ഇറങ്ങാം. വിളിച്ചോ? അദ്ദേഹം പറയുമ്പോൾ അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവനൊന്നും ഇല്ലെന്ന പോലെ. ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാമായിരുന്നു. റയാൻഷിനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവന്റെ അച്ഛൻ പറഞ്ഞു. ഹരി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. ലച്ചുവിനെ കൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും താമസം അല്ലേ? മാധവനാണ് ചോദിച്ചത്. റയാൻഷ് ഒന്നും മിണ്ടിയില്ല. പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു. ആ ചോദ്യം അവൻ കേട്ടിരുന്നു. എന്നിട്ട് പോലും അവൻ മറുപടി പറഞ്ഞില്ല. അതെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ 2 വീട്ടുകാരും അവരുടെ ജീവിതത്തിൽ ഇടപെടില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വീട്ടുകാർക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറേണ്ടി വരും. റിയാൻഷിന്റെ അച്ഛൻ തന്നെ മാധവന് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. മാധവൻ കടുപ്പത്തിലൊന്ന് മൂളി. ഇതിപ്പോ എല്ലാം കൊണ്ടും കോടതി അവരെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത പോലെ, മറ്റുള്ളവരുടെ ജീവിതത്തേക്കാൾ സേഫ് ആക്കി കൊടുത്ത പോലെ. അപ്പോഴേക്കും ലച്ചുവിന്റെ വല്യമ്മ എല്ലാവർക്കുമുള്ള ജ്യൂസ് എടുത്തിരുന്നു. റിയാൻഷിന്റെ മുന്നിൽ ട്രേ പിടിച്ച് നിൽക്കുമ്പോൾ അവർ അവന്റെ മുഖത്തേക്ക് നോക്കി. കാണാൻ എന്തൊരു നല്ല പയ്യൻ, പക്ഷെ സ്വഭാവം അതാണ് പിടിക്കാത്തത്. 6 മാസം വരെ ലച്ചു ഇവന്റെ കൂടെ ആണല്ലോ എന്നാലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. റിയാൻഷ് ഇടത്തെ കൈ ഉയർത്തി കൈകൊണ്ട് ജ്യൂസ് വേണ്ടെന്ന് കാണിച്ചതും വല്യമ്മ അവന്റെ അടുത്തുനിന്ന് നീങ്ങി നിന്നു. ആ സമയം തന്നെയാണ് ഹരി മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നത്. അവന്റെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. കണ്ണുകൾ എന്തിനോ ചുവന്ന് കലങ്ങിയിരുന്നു.
ആ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവൻ സെറ്റിയിലിരിക്കുന്നവനെ നോക്കി. അലസമായി ഫോണിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഇതുവരെ നോക്കി വളർത്തിയവൾ ഇനി മുതൽ അവന്റെ കയ്യിലാണ്. മറ്റുള്ളവർക്കൊക്കെ ലച്ചു 6 മാസം കഴിഞ്ഞ് ഈ ബന്ധം അവസാനിപ്പിച്ച് വരുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഹരിക്കറിയാം ഈ ജന്മം മൊത്തം അവൾക്ക് അവനിൽ നിന്നൊരു മടക്കമില്ലെന്ന്. മോളുടെ കഴിഞ്ഞില്ലേ? റയാൻഷിന്റെ അച്ഛൻ ഹരിയെ നോക്കി ചോദിച്ചു. ആ നിമിഷം തന്നെ റയാൻഷ് ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഹരിയെ നോക്കി. ഹരിയുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്ക് റയാൻഷ് ഒന്ന് നോക്കിക്കൊണ്ട് നോട്ടം മാറ്റി. ഹരി അച്ഛനെ നോക്കി തലകുലുക്കി. എല്ലാവരുടെയും കണ്ണുകൾ ഹരിയുടെ പിന്നിലേക്ക് പോയി. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ലച്ചുവിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. റയാൻഷ് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. കണ്ണുകൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മാറ്റണമെന്ന ഉദ്ദേശത്തിലാണ് നോക്കിയത്. പക്ഷെ കണ്ണെടുക്കാൻ കഴിയാതെ അവളെ തന്നെ നോക്കി അവൻ ആ ഹാളിൽ നിന്ന് പോയി. ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഒരു സാരിയാണ് വേഷം. അവൾ എത്ര ദൂരെയാണെങ്കിലും അവളുടെ നെറുകയിൽ ചാർത്തിയ സിന്ദൂരത്തിന്റെ ചുവപ്പ് എടുത്തു കാണാം. അതുപോലെ നെഞ്ചി കിടക്കുന്ന താലിമാല, ചുവന്ന സാരിക്ക് മുകളിൽ പതിഞ്ഞു കിടക്കുന്ന സ്വർണ്ണ നിറമുള്ള ആ മാലയും എടുത്തു കാണാം. നെറ്റിയിൽ ഒരു കറുപ്പ് പൊട്ടുണ്ട്. കണ്ണിന് താഴെ കൺമഷിയുമുണ്ട്. ആ കണ്ണുകളിലെ പേടിയിലേക്ക് റയാൻഷ് നോക്കി നിന്ന് പോയി. ആ നിമിഷം മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോട് അവന് ഒത്തിരി പാവം തോന്നി, സങ്കടം തോന്നി, സഹതാപം തോന്നി. അങ്ങനെ എല്ലാം തോന്നി. ലച്ചു സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി. ഹാളിൽ നിൽക്കുന്ന ഓരോരുത്തരിലേക്കും അവളുടെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. അവിടെയുള്ളവരും ഇവിടെയുള്ളവരുമായി ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു പേടി. കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പേടി ഒന്നുകൂടെ കൂടി. താഴെ സ്റ്റെപ്പിൽ നിന്ന് കാലൊന്നും മടങ്ങി അവൾ കുനിഞ്ഞു പോയതും റയാൻഷ് മുന്നോട്ട് വന്നു. അപ്പോഴേക്കും ഹരിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. റയാൻഷ് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നിലേക്ക് തന്നെ നിന്നു. എന്നാ ഇനി ഇറങ്ങിയാലോ? ആ ഹാളിൽ നിറഞ്ഞു നിന്ന നിശബ്ദതയെ മുറിച്ചുകൊണ്ട് റയാൻഷിന്റെ അച്ഛൻ ചോദിച്ചു. എല്ലാവരും സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു തുടങ്ങി. ലച്ചു അവളുടെ വല്യമ്മയുടെ അടുത്തേക്ക് പോയി. റയാൻഷ് അവളെ തന്നെ നോക്കി നിന്നു. അവളുടെയും വല്യമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. താലികെട്ട് കഴിഞ്ഞ് സദ്യ കഴിച്ച് ഇതുപോലെ ഒരു യാത്ര പറഞ്ഞു പോയതാണ്. ഇതിപ്പോൾ അതിനേക്കാൾ വേദന തരുന്ന ഒരു യാത്ര പറച്ചിൽ. വല്യമ്മേ, ഞാൻ പോവാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവളുടെ ഏട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്നാണ് അവളുടെ വിശ്വാസം. ഒരമ്മയുടെ മനസ്സൊരുക്കിയ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. പറഞ്ഞിട്ട് വേണോ? എന്റെ കുഞ്ഞിന്റെ നല്ലതിനു വേണ്ടി എന്നും വല്യമ്മ പ്രാർത്ഥിക്കും. ധൈര്യമായി പോയിട്ട് വാ. ഒരു പുതിയ ജീവിതത്തിലേക്കാണോ അതോ ഇനി ഈ ജീവിതം തന്നെ തുടരാനാണോ എന്നൊന്നും അറിയില്ല. എങ്കിലും എന്റെ കുട്ടിക്ക് നല്ലതേ വരും. അത്രയും പറഞ്ഞുകൊണ്ട് വല്യമ്മ ലച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെറുകയിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. റയാൻഷിന്റെ പുരുകം ഒന്ന് ചുളിഞ്ഞു. അവളെ കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതും ഇഷ്ടപ്പെടാത്ത പോലെ അവന്റെ മുഖം അവൻ അവരിൽ നിന്ന് തിരിച്ചു കളഞ്ഞു. ലച്ചു അവരിൽ നിന്ന് അകന്നു മാറി ഓരോരുത്തരോട് യാത്ര പറഞ്ഞു. മാധവനോടും രൂപയോടും പോവുകയാണ് എന്ന് മാത്രം പറഞ്ഞു. അതിൽ കൂടുതലൊന്നും പറയാൻ പോയില്ല. മാധവൻ തിരിച്ചെന്തോ പറയാൻ വന്നപ്പോഴേക്കും അവൾ ഹരിയുടെ അടുത്തേക്ക് നടന്നിരുന്നു. അത്രയും നേരം അവളെ മാത്രം നോക്കി നിന്നവൻ അവൾ ഹരിയുടെ അടുത്തെത്തിയെന്ന് കണ്ടത് വേഗം അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി. ഏട്ടന്റെ അനിയത്തിയുടെ സ്നേഹപ്രകടനം കണ്ട് അസൂയം കുശുമ്പും കുത്തി അവനെ വല്ലതും ചെയ്താലും അതുകൊണ്ട് അവൻ അവരിൽ നിന്ന് വേഗം നോട്ടം മാറ്റി. ഏട്ടാ, ലച്ചു കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി. ഇടത്തെ കയ്യിൽ പിടിച്ച ലച്ചുവിന്റെ ബാഗ് നിലത്തേക്ക് വെച്ച ശേഷം അവൻ അവളെ 2 കൈകൊണ്ടും അവന്റെ നെഞ്ചിലേക്ക് വരിഞ്ഞു മുറുക്കി വെച്ചു. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. പക്ഷെ അവൻ കരഞ്ഞില്ല. ഈ സമയം അവളുടെ കൂടെ അവനും കരഞ്ഞ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അവളെ ചുറ്റിപ്പിടിച്ച വലത്തെ കൈ അകത്തിൽ നിറകണ്ണുകൾ അമർത്തി തുടച്ചു. കരയില്ലേ? ഏട്ടന്റെ കുഞ്ഞിന് ഏട്ടനെ ഒന്ന് കാണണമെന്ന് തോന്നിയ ആ നിമിഷം ഞാൻ അവിടെ വരില്ലേ? പിന്നെന്തിനാ പേടി? കരയാതിരിക്കെ. ഒരു വിളിക്കപ്പുറത്ത് ഞാനുണ്ട്. ഹരി അവളിൽ നിന്നും അകന്നുകൊണ്ട് പറയുമ്പോൾ ലച്ചു മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തെല്ലാമോ അവനോട് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ കഴിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ ഒന്നിനും കഴിയുന്നില്ല എന്നതാണ് സത്യം. ചെല്ലേ, കുറച്ചു നേരായില്ലേ, അവരെ ഒന്നും മുഷിപ്പിക്കണ്ട. അവൻ പറയുമ്പോൾ ലച്ചു തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ ഹരിയെ ഒന്ന് നോക്കിക്കൊണ്ട് റയാൻഷും നടന്നു. അതിന് പിന്നാലെ അവരെ 2 പേരെയും നോക്കിക്കൊണ്ട് ഹരി നടന്നു. അവന് പിന്നാലെ ബാക്കിയുള്ളവരും. റയാൻഷും ലച്ചുവും പുറത്തേക്ക് വരുന്നത് കണ്ടതും ഓരോരുത്തരെ അവരുടെ കാറിന്റെ ഭാഗത്തേക്ക് നടന്നു. റയാൻഷ് അവന്റെ കാറിൽ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവനും അവന്റെ ഭാര്യയും മാത്രമാണ് കാറിൽ പോകുന്നത്. റയാൻഷ് ഹരിയുടെ ലച്ചുവിന്റെ മുന്നിലൂടെ പോയതും ഹരി അവന്റെ ഇടത്തെ കൈത്തണ്ടയിൽ പിടിച്ചു. റയാൻഷ് മുന്നോട്ട് പോകാതെ അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് തല ചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കി. ചുവന്ന് കലങ്ങിയ ആ കണ്ണുകൾ കണ്ടപ്പോൾ എന്തോ അവന്റെ കൈ തട്ടിമാറ്റി മുന്നോട്ട് നടക്കാൻ തോന്നിയില്ല. നിന്നെ ഒരാളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. റയാൻഷിന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് തന്നെ മറ്റേ കൈകൊണ്ട് ലച്ചുവിന്റെ കൈ പിടിച്ച് റയാൻഷിന്റെ ഉള്ളം കൈയിൽ വെച്ചുകൊടുത്തു. വിയർപ്പുകൊണ്ട് നനഞ്ഞ കൈവിരലുകൾ ഒന്നുകൂടെ
മുറുകെ പിടിച്ചുകൊണ്ട് റിയാൻഷ് ലച്ചുവിനെ നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ ഹരിയെ നോക്കി നിൽക്കുകയാണവൻ. ഒത്തിരി പ്രതീക്ഷയോടെയാണ് അന്ന് നിന്റെ കൈപിടിച്ച് തന്നത്. ഒരുപക്ഷെ എന്റെ എടുത്തുചാട്ടം കൊണ്ടാവും ഇതിന്ന് ഇവിടെ വരെ നിൽക്കുന്നത്. എന്നോടുള്ള ദേഷ്യം നീ എന്റെ പെങ്ങളോട് കാണിക്കരുത്. ഹരി പറയുമ്പോൾ റിയാൻഷ് അവന്റെ നേരെ നിന്നു. അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു. ആ ചിരിയോടെ തന്നെ റിയാൻഷ് ഹരി പിടിച്ച അവന്റെ കൈയിലേക്ക് നോക്കി. ആ കൈയിൽ ലച്ചുവിന്റെ കൈയുമുണ്ട്. ഈ കൈകളെ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയത് നീയാണ് ഹരി. ആ ഒരു ദേഷ്യം മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. ആ ദേഷ്യവും വിരോധവും ഒക്കെ ഈ നിമിഷം ഇവിടെ തീർന്നു. റിയാൻഷ് ഇത്തിരി ഗൗരവത്തിലാണെങ്കിൽ കൂടി പറയാനുള്ളത് പറഞ്ഞു. ഇനി അവൻ ഒരാൾ കാരണം ആ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഇടയിൽ ഒരു പ്രശ്നം വേണ്ട. അവർ തമ്മിൽ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അതിന് അവനൊരു വിലങ്ങതടിയാവുന്നില്ല. അവന്റെ ഭാര്യയെ അവന് കിട്ടി, ആർക്കു മുന്നിൽ തോറ്റു കൊടുക്കാതെ തന്നെ. അത് മാത്രമേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതവൻ ചെയ്തു. പിന്നെ ഒരാളോടുള്ള ദേഷ്യം റിയാൻഷ് ആ ആളോട് മാത്രമേ ചെയ്യൂ, വേറെ ആരോടും കാണിക്കില്ല. ഇവിടെ എന്റെ ഭാര്യയോട് എനിക്കൊരു ദേഷ്യവും ഇല്ല. ഭാവിയിൽ ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തീർക്കാൻ എനിക്കറിയാം. അതിൽ മൂന്നാമതൊരാൾ ഇടപെടാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതൊരു താക്കീതല്ലേ. ഇനി ഇതുപോലെ അവരുടെ ലൈഫിൽ കയറി കളിക്കല്ലേ എന്നുള്ള താക്കീത്. ആ താക്കീത് മനസ്സിലായത് കൊണ്ടാവും ഹരി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നിൽക്കുന്നവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടെ ചുംബിച്ചുകൊണ്ട് ഹരി അവളിൽ നിന്നും അകന്നു മാറി. കയറിക്കോ. കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നുകൊണ്ട് ഹരി പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി. റിയാൻഷ് ഹരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അപ്പോഴേക്കും ഓരോ കാറുകളുമായി ആ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അവസാനം ഹരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ലച്ചു റിയാൻഷ് കാർ മുന്നോട്ടെടുത്തു. ഹരി കണ്ണിൽ നിന്ന് മറിഞ്ഞതും ലച്ചുവിന്റെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. ഇനി എന്ത് എന്നൊന്നും അറിയില്ല. ഒരു കുടുംബം മൊത്തം തന്നെ വേണ്ട, ഈ ബന്ധം വേണ്ട എന്ന് പറയുന്നിടത്തേക്കാണ് ഈ പോക്ക് പോകുന്നത്. പക്ഷേ വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. അതെന്താ? വിഷമിക്കേണ്ട ലക്ഷ്മി, എനിക്ക് പേടിയാവാ. റിയാൻഷ് പറഞ്ഞതും ലച്ചു ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി. റിയാൻഷ് കാറിന്റെ സ്പീഡ് ഒന്ന് കുറച്ചുകൊണ്ട് അവളെ മുഖം ചിരിച്ചൊന്ന് നോക്കി. പേടിക്കണ്ട, ഞാനില്ലേ. ആ ഒരൊറ്റ വാക്കിൽ ഒത്തിരി ആശ്വാസം അവൾക്ക് തോന്നി. എന്നാലും എവിടെയോ ഒരു പേടി. ഇടയ്ക്കിടയ്ക്ക് ആ വിയർപ്പ് പൊടിഞ്ഞ മുഖം അമർത്തി തുടയ്ക്കുന്നവളെ അവ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് അവനറിയാം. അതൊക്കെ നേരിടാൻ അവൻ ഒരുക്കമാണ്. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്തയാണ് അവന്റെ ഉള്ളിൽ. എന്തിനും ഏതിനും കരയരുത്. നിനക്ക് വേദനിക്കുന്നതോ നിനക്ക് തെറ്റെന്ന് തോന്നുന്നതോ ആര് ചെയ്താലും അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും നിനക്ക് കഴിയണം. അതിന്റെ എന്ത് വരും വരായ്കകളാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം. അവളെ നോക്കാതെ മുന്നിലെ റോഡിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ അവൾക്ക് കഴിയില്ലെന്ന് അവനറിയാം. പക്ഷെ അവളെ അവനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്, എന്ത് ചെയ്താലും അവൻ കൂടെയുണ്ടെന്ന്. റിയാൻഷ് അവന്റെ കാർ ആ വലിയ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയതും ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് റിയാൻഷിനെ ഒന്ന് നോക്കി. ഇറങ്ങ്. അവളുടെ വിളറി വെളുത്തിരിക്കുന്ന മുഖത്തേക്കും പേടിച്ചിരിക്കുന്ന മുഖത്തേക്കും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡോർ തുറന്നുകൊണ്ട് അവൾ പതിയെ മുറ്റത്തേക്ക് കാലുകുത്തി. ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ആ മുറ്റത്തേക്ക് കാലുകുത്തുമ്പോൾ ഉണ്ടായിരുന്ന പേടിയേക്കാൾ ഇന്ന് അവളെ പേടിയുണ്ട്. അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇന്നത്തെ സാഹചര്യം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അന്ന് അടുത്ത് നിൽക്കുന്നവൻ തന്നെ ഒന്ന് പരിഗണിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് നോക്കിയിരുന്നു, അതല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആ കണ്ണുകൾ തന്നെയാണ്, കൂടെയുണ്ട്. അതൊരു ആശ്വാസം തന്നെയാണ്. ഒരിക്കൽ നിലവിളക്കും താലവുമൊക്കെ ഒഴിഞ്ഞു കയറ്റിയതല്ലേ, അതുകൊണ്ട് ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഒരുമിച്ചൊരു ജീവിതത്തിലേക്കൊന്നും അല്ലല്ലോ കയറി വരുന്നത്, പിരിയാനുള്ള ബന്ധമല്ലേ. വല്യമ്മ ഇത്തിരി ഉറക്കെ എല്ലാവരും കേൾക്കാൻ പാകത്തിന് പറയുമ്പോഴും അവൾക്കുള്ളിൽ തന്നെ ഒരു പേടിയുണ്ട്. ഈ ബന്ധം പിരിയാനാണോ അതോ ഒന്നിക്കാനാണോ എന്നൊക്കെ. അകത്തേക്ക് വാ മോളെ. റിയാൻഷിന്റെ അമ്മ വന്ന് ലച്ചുവിന്റെ കൈ പിടിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവരെ ദയനീയമായി നോക്കി. ആരോടൊക്കെയോ ഉള്ള പേടി കാരണം കൈയും കാലുമൊക്കെ വിറയ്ക്കുന്നത് പോലെ. ആ അമ്മയുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൾ റിയാൻഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ മുന്നോട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. മനസ്സിൽ ചില പ്ലാനുകളുണ്ട്. അത് നടപ്പിലാക്കണമെങ്കിൽ ഓടിച്ചാടി അവളുടെ കൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവനൊന്ന് പിന്നിലേക്ക് നിന്നതാണ്. പക്ഷെ ആ തിരിഞ്ഞുള്ള ദയനീയമായ നോട്ടം കണ്ടപ്പോൾ ചങ്കിൽ ഒരു പിടപ്പ്. പാവം പെണ്ണ്. എന്തിനാ ഹരി നീ നിന്റെ പെങ്ങളെ ഇങ്ങനെ പാവമാക്കി വളർത്തിയത്? അവൻ ഉള്ളിന്റെ ഉള്ളിൽ ഹരിയോടെന്ന പോലെ ചോദിച്ചു പോയി. കുറച്ച് സ്വാർത്ഥത, കുറച്ച് അഹങ്കാരം, ഇതൊക്കെയുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതവന്റെ ഭാര്യയെ ഒട്ടുമില്ല. ഇത്ര നിഷ്കളങ്കത അവന്റെ ഭാര്യയ്ക്ക് അവൻ ഒരിക്കൽ പോലും സങ്കല്പിച്ചു നോക്കിയിട്ടില്ല. എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്നവൾ, അങ്ങനെ ഒരുവളായിരുന്നു മനസ്സിൽ. എന്നാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സ് കവർന്നില്ലേ. പിന്നെ എന്തായാലും എന്താ, എങ്ങനെ ആയാലും എന്താ, ഇഷ്ടപ്പെട്ടു പോയില്ലേ, മാറ്റിയെടുക്കാം. ഒരു ജന്മം തന്നെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. ഓരോന്ന് ചിന്തിച്ചു നിൽക്കെ അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞു.
കുഞ്ഞി, ബാക്ക് സീറ്റിൽ ലക്ഷ്മിയുടെ ഒരു ബാഗുണ്ട്, അതെടുത്ത് അവൾക്ക് കൊടുക്ക്. രോഷ്നിയെ നോക്കി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് ചുറ്റിനും നിൽക്കുന്നവരെ ഒന്നും നോക്കാതെ അവൻ അകത്തേക്ക് കയറി. പതിയെ പതിയെ വേണം ലച്ചുവിനെ അംഗീകരിച്ചു തുടങ്ങാൻ. പതിയെ വേണം അവൾക്ക് വേണ്ടി പ്രതികരിച്ചു തുടങ്ങാൻ. അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്നൊരു ചിന്തയാണ് അവന്. രോഷ്നി വലിയ താല്പര്യമില്ലാതെ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അതിൽ നിന്ന് ആ ബാഗ് കയ്യിലേക്ക് എടുത്ത് അകത്തേക്ക് നടന്നു, നേരെ മുകളിലേക്ക്. റയാൻഷിന്റെ റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ബാൽക്കണിയിൽ പുറം തിരിഞ്ഞുകൊണ്ട് റയാൻഷ് നിൽക്കുന്ന റോഷ്നി കണ്ടു. ശ്രീലക്ഷ്മി റൂമിലുള്ളത് കൊണ്ടാവും അവൻ അകത്തേക്ക് കയറാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് റോഷ്നി വാതിലിൽ തട്ടി. വാതിൽ തുറന്നത് വല്യമ്മയാണ്. രോഷ്നി ചുളിഞ്ഞ പുരുകത്തോടെ അകത്തേക്ക് നോക്കി, ഒപ്പം റൂമിലേക്ക് കയറുകയും ചെയ്തു. അപ്പച്ചിയും അമ്മയും വല്യമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ലച്ചു തലയും താഴ്ത്തി ബെഡിലിരിക്കുന്നുണ്ട്. മോൾക്ക് ഇതൊക്കെ അഴിച്ചു മാറ്റി കൊടുക്കണമെങ്കിൽ ആയിക്കോട്ടോ, സാരിയൊക്കെ ഷെൽഫിലുണ്ട്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, മോൾ ഇതൊക്കെ അഴിച്ചു മാറ്റിക്കോ. ലച്ചുവിനെ തൊട്ടും തലോടി അടുത്തു നിന്ന് പറയുന്ന അമ്മയെ രോഷ്നി കണ്ണു ചുരുക്കി നോക്കി. മനസ്സിനിണങ്ങിയ ഒരു മരുമകളെ കിട്ടിയ സന്തോഷമാണ് ആ മുഖത്ത്. മൂത്ത മരുമകളിൽ നിന്ന് ഇതുവരെ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവൾക്കെന്നും അവളുടെ വീടും വീട്ടുകാരുമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മരുമകൾ എന്തുകൊണ്ടും അവർക്ക് ഇണങ്ങിയതാവണേ എന്നൊരു പ്രാർത്ഥനയിലും വഴിപാടിലുമായിരുന്നു. അത് ദൈവം കേട്ട സന്തോഷമാണ്. അമ്മയ്ക്കിണങ്ങിയതല്ലല്ലോ, ഏട്ടൻ ഇണങ്ങിയത് വേണ്ടേ കിട്ടാൻ. രോഷ്നി ചിന്തിച്ചത് അതാണ്. എനിക്കൊന്നും വേണ്ടമ്മേ. കരച്ചിലൊക്കെ വന്നിട്ട് തൊണ്ടയൊക്കെ ഇടറി ആകെ ഒരു വല്ലായ്മയിൽ ലച്ചു പറഞ്ഞു. അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് അമർന്നിരുന്നു. അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് അവരങ്ങ് പുറത്തേക്ക് പോയത് ആദ്യമായി അമ്മയുടെ കൈവിട്ട് പൂരപ്പറമ്പിൽ ഒറ്റപ്പെട്ട കുട്ടിയുടെ ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. ഭൂതങ്ങളെ നോക്കുന്ന ഒരു പേടിയോടെ ലച്ചു അപ്പച്ചിയെ വല്യമ്മയെ നോക്കി. രോഷ്നിയാണെങ്കിൽ ലച്ചുവിന്റെ പേടിച്ചലിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. 6 മാസം എന്നും അത് ഓർമ്മയിലുണ്ടാവണം. ഭാര്യയാണെന്ന അധികാരം കൊണ്ടൊന്നും ഞങ്ങളുടെ ചെറുക്കന്റെ പുറകെ നടക്കരുത്. അവസാനം 6 മാസം കഴിഞ്ഞ കടിച്ചതും പിടിച്ചതും ഇല്ലാതെ ഒരവസ്ഥയിൽ നിൽക്കേണ്ടി വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, പറഞ്ഞത് മനസ്സിലായോ? അപ്പച്ചി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ചു ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടിയില്ല. നിറകണ്ണുകളോടെ അവരെ നോക്കി ബെഡിലേക്ക് അമർന്നിരുന്നു. 6 മാസം ഒരുമിച്ച് താമസിച്ചാൽ മാത്രമേ ഡിവോഴ്സ് കിട്ടുമെന്ന കാരണം കൊണ്ടാ ഞങ്ങൾ ഇതിന് കൂട്ടുനിന്നത്. അല്ലാതെ ഇതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് ബന്ധം എടുക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. വല്യമ്മയാണ്. രോഷ്നി ഒരു തല ഇഷ്ടക്കേടോടെ അപ്പച്ചിയും വല്യമ്മയെ നോക്കി. എന്തോ അവർക്ക് നടുവിൽ ആ ബെഡിൽ അമർന്നിരിക്കുന്നവളോട് ആ നിമിഷം റോഷ്നിക്കൊരു സഹതാപം തോന്നി. ആരാ എന്താ എന്നൊന്നും അറിയാത്ത സ്ത്രീകൾ ഉള്ളുലയ്ക്കുന്ന വാക്കുകൾ പറയുമ്പോൾ കണ്ണും നിറച്ച് നോക്കിയിരിക്കുന്ന പെൺകുട്ടിയോട് സഹതാപം അല്ലാതെ വേറെ എന്തു തോന്നാൻ? അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നത് കൊണ്ട് ചെറുക്കനെങ്ങ് മയക്കിയെടുക്കാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേക്ക്. നീ കണ്ട ആമ്പിള്ളേരെ പോലെയല്ല ഞങ്ങളുടെ കുട്ടി, വല്യമ്മേ. അവരുടെ വാക്കുകൾ വല്ലാതെ അതിര് കിടക്കുന്നുവെന്ന് തോന്നിയത് റോഷ്നി ഇത്തിരി കടുപ്പത്തിൽ അവരെ ഒന്ന് വിളിച്ചു. ആ നിമിഷമാണ് എല്ലാം കേട്ട് റോഷ്നി പിന്നിലുണ്ടെന്ന് അവർ രണ്ടുപേരും ഓർക്കുന്നത്. പിന്നെ അവിടെ നിന്നില്ല. രണ്ടുപേര് ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ബെഡിലിരുന്ന് കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് ശബ്ദമില്ലാതെ കരയുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് റോഷ്നി മുന്നോട്ട് നടന്നു. ഷെൽഫ് തുറന്ന് ആ ബാഗ് അതിലേക്ക് വെക്കാൻ. ലക്ഷ്മി. വാതിൽ അടയുന്നതിന്റെ ഒപ്പം ആ ശബ്ദം കേട്ടതും ബെഡിൽ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചിരുന്നവള് ഷെൽഫിന്റെ ഭാഗത്ത് നിന്നിരുന്നവൾ ഒരുപോലെ റയാൻഷിനെ നോക്കി. കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് കേട്ട വാക്കുകളിൽ ചങ്ക് തകർന്ന് കരഞ്ഞിരുന്നവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ഓടി. രോഷ്നി മുഖം ചുളിച്ചുകൊണ്ട് അവളെ നോക്കുന്ന സമയം റയാൻഷ് അവളെ അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചിരുന്നു. ഷെൽഫ് അടയ്ക്കുന്ന ശബ്ദം കേട്ടതും റയാൻഷ് കണ്ണുകൾ തുറന്ന് തല ചിരിച്ചു നോക്കി. വാ തുറന്ന് കണ്ണും മേഴിച്ച് നിൽക്കുന്ന റോഷ്നിയെ കണ്ടപ്പോൾ അവന്റെ മുഖഭാവത്ത് പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ കൊണ്ട് പുറത്തേക്ക് പോയെന്ന് കാണിച്ചതും റോഷ്നി മിഴിഞ്ഞ കണ്ണുകളോടെ റയാൻഷിന്റെ കൈക്കുള്ളിൽ അവന്റെ നെഞ്ചിലേക്ക് അമർന്നു നിന്ന് കരയുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. റോഷ്നി പോയതും അയഞ്ഞ കൈകൾ കൊണ്ട് അവളെ ഒന്നുകൂടെ മുറുകെ അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. ഒപ്പം അവന്റെ കവിൾത്തട ലച്ചുവിന്റെ തലയിലേക്ക് മുട്ടിച്ചു. റൂമിൽ ലച്ചു മാത്രം അവൻ കാത്തു നിന്നതാണ്. വല്യമ്മയെ അപ്പച്ചി ഇറങ്ങിപ്പോയത് കണ്ടത് ഓടി വന്നതാണ്. അതിനിടയ്ക്ക് അമ്മ പോയതോ റോഷ്നി റൂമിലേക്ക് കയറിയതോ അവൻ കണ്ടില്ലായിരുന്നു. അപ്പച്ചിയും വല്യമ്മയും എന്തോ പറഞ്ഞു വേദനിപ്പിച്ചുവെന്ന് ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതാണ് ഓടിപ്പിണഞ്ഞു വന്നപ്പോൾ വാരി അണച്ചു പിടിച്ചത്. ഇനിയെല്ലാം ഞാനല്ലേ? ഏട്ടനും അമ്മയും അച്ഛനും വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഇത്ര നാള് അവൾക്ക് അവളുടെ ഏട്ടനായിരുന്നു. എന്നാൽ ഇനി മുതൽ എല്ലാം ഭർത്താവാണ് റയാൻഷ് എന്ന ഞാൻ. ഓരോന്നോർത്തുകൊണ്ട് അവളുടെ തലയിൽ വെച്ച കവിളെടുത്ത് മാറ്റിക്കൊണ്ട് ചുണ്ടുകൾ കൊണ്ട് പതിയെ ഒരു മുത്തം അവിടെ നൽകി. ആ മുടിയിഴകളെ തഴുകുന്നത് പോലെ ഒരു മുത്തം. അപ്പോഴും അതൊന്നും അറിയാതെ അവൾ കണ്ണുകൾ അടച്ച് അവന്റെ നെഞ്ചിൽ അവളുടെ വേദനകളെ ഒഴിച്ചുവിടുകയായിരുന്നു.